സഭാതലം തിളച്ചോ എന്നാണ് ചോദ്യം. എന്തിനു വേണ്ടി തിളയ്ക്കുന്നുവെന്ന് ഇപ്പോഴും എനിക്ക് ബോധ്യമായിട്ടില്ല. ഇന്ന് സഭയിൽ സംഭവിച്ച കാര്യങ്ങൾ 4 കാര്യങ്ങൾ ഞാൻ പ്രേക്ഷകരോട് പറയാം. അതിൽ 3 പ്രതിപക്ഷം എങ്ങനെയാണ് വസ്തുതകളെ മറച്ചു വെച്ചുകൊണ്ട് വൈകാരികമായി ഇത് കത്തിക്കാൻ ശ്രമിക്കുന്നത്, ഒടുവിലതെല്ലാം പൊളിഞ്ഞു പോകുന്നത് എന്നതിൻ്റെ നേർചിത്രമാണ് ഇന്ന് സഭയിൽ കണ്ടത്. ഞാൻ സഭയിൽ നടന്നതിലേക്ക് വരുന്നതിന് മുൻപ്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളം കത്തി നിന്നൊരു വിഷയമുണ്ടായിരുന്നു. സ്പ്രിംഗ്ലറുമായി ബന്ധപ്പെട്ട് മലയാളികളായ ഓരോരുത്തരുടെയും പേഴ്സണൽ ഡാറ്റ, വ്യക്തിപരമായ ഡാറ്റ വിറ്റു എന്നൊരു ഗുരുതരമായ ആരോപണം പ്രതിപക്ഷം അന്ന് ഉന്നയിച്ചിരുന്നു. സ്പ്രിംഗ്ലർ എന്ന് ഡാറ്റ ശേഖരിക്കുന്ന, ഡാറ്റ കോർഡിനേറ്റ് ചെയ്തെടുക്കുന്ന, പ്രോസസ്സ് ചെയ്യുന്ന, അന്നത്തെ കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പെട്ടെന്ന് ഡാറ്റ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ വേണ്ടി വിദേശത്തു നിന്നൊരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുകയായിരുന്നു. അത് മലയാളിയായ ഒരാളുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സോഫ്റ്റ്വെയറാണ് നമ്മൾ ഉപയോഗിച്ചത്. ആ സ്പ്രിംഗ്ലറിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിക്കുക മാത്രമല്ല, വലിയ ആക്ഷേപമുയർത്തി. ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് തീരുമാനം വന്നിരിക്കുന്നു. എന്താ ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന തീരുമാനം? ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്, അന്നത്തെ പ്രതിപക്ഷ നേതാവ് കെ സുരേന്ദ്രൻ, BJP നേതാവ്, ഈ 3 പേരുടെയും ഹർജി തീർപ്പാക്കിക്കൊണ്ട് ഹൈക്കോടതി എന്താ പറഞ്ഞിരിക്കുന്നതെന്നറിയാമോ? ഒരു തരത്തിലുള്ള ദുരൂഹതയും ഇതിൽ സംശയിക്കാൻ കഴിയില്ല. സ്പ്രിംഗ്ലർ വഴി ഒരു ഡാറ്റ ചോർച്ചയും നടന്നിട്ടില്ല എന്നുള്ളതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ നോക്കൂ, 5 വർഷം ഈ കേരളം മുഴുവൻ കത്തിച്ചു നിർത്തിയ ഒരു ദുരാരോപണമായിരുന്നു സ്പ്രിംഗ്ലറുമായി ബന്ധപ്പെട്ട വിഷയം. ഇങ്ങനെയാണ് വസ്തുതകളെ മറച്ചു വെച്ചുകൊണ്ട് പലപ്പോഴും അസത്യ പ്രചരണങ്ങൾ നടത്തുന്നത്. നിർഭാഗ്യവശാൽ സത്യം പുറത്തു വരുമ്പോഴേക്കും അസത്യം 2 തവണ സഭയ്ക്ക് ചുറ്റും നടന്നു കഴിഞ്ഞിരിക്കും. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ന് പല അസത്യങ്ങളും നിമിഷ നേരങ്ങൾ കൊണ്ട് പൊളിഞ്ഞെടുങ്ങുന്നതാണ് നമ്മൾ കാണുന്നത്. ഇനി സഭയിലേക്ക് വരിക. 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. ആദ്യം ഈ സഭയുടെ പുറത്തിരിക്കുന്ന, നേരത്തെ PR സുനിൽ സൂചിപ്പിച്ച 2 MLA മാരെ കുറിച്ചാണ്. എന്തിനാണ് ആ MLA മാർ അവിടെ ഇരിക്കുന്നതെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ആർക്കെതിരെയാണ് അവർ സമരം നടത്തുന്നത്? SITക്കെതിരെയാണോ? SIT നിയോഗിച്ചത് ആരാണ്? ഹൈക്കോടതിയാണ്. ഹൈക്കോടതിക്ക് SITയുടെ അന്വേഷണത്തിൽ തൃപ്തിയില്ലായ്മയുണ്ടോ? അവസാനത്തെ 2 ജഡ്ജ്മെൻറ്റിലും SITയുടെ അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്നും കൂടുതൽ സമയം അവർക്ക് ആവശ്യമുണ്ടെന്നുമാണ് ഹൈക്കോടതി പറഞ്ഞത്. അപ്പോൾ ആ 2 MLA മാർ ആ നിയമസഭയ്ക്ക് പുറത്ത് സമരം ചെയ്യുന്നത് ആർക്കെതിരെയാണ്? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സമ്മർദ്ദമുണ്ടാകും. അങ്ങനെ ഒരു നിരീക്ഷണം, ഒരു വാചകം സർക്കാരിനെ കുറിച്ച് ഹൈക്കോടതിയുടെ ഏതെങ്കിലും ഒരു ഇടക്കാല ജഡ്ജ്മെന്റിൽ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല. പിന്നെ എന്തിനാണ് ഈ 2 പേർ അവിടെ സമരമിരിക്കുന്നത്? മനസ്സിലാവുന്നില്ല. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തിട്ടില്ലെന്ന് മാത്രമല്ല, അതിനുശേഷം ഇതേ പ്രതിപക്ഷ നേതാവ് SITക്കെതിരെ ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്നാണ് പറഞ്ഞത്. SITക്കെതിരെ തന്നെയാണ് പറഞ്ഞത് പ്രതിപക്ഷ നേതാവ്. ഇപ്പോഴല്ല, കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ അന്നും 2 MLA മാരെ ഇതേപോലെ അനാഥരാക്കി ഈ നിയമസഭയിൽ സത്യാഗ്രഹം ഇരുത്താൻ വിട്ടു. അതിനുശേഷം ആ MLA മാർക്ക് എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ കണ്ടില്ല. സഭ അവസാനിക്കുന്നു, അവരതിനു മുമ്പേ എഴുന്നേറ്റ് പോകുന്നു. ഇതാണ് നമ്മൾ കാണുന്നത്. ഇതെല്ലാം കേവലം പ്രഹസനമായി കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളതാണ്. പറയുന്നതിലൊരു വാസ്തവം വേണം. ഇത് പറയുന്ന സമയത്ത് നമ്മളെ പിടിച്ച് അന്തം കമ്മിയായി സംസാരിക്കരുതെന്ന് വിമർശിച്ചിട്ട് കാര്യമില്ല. തിരിച്ച വസ്തുത അതല്ലേ? യഥാർത്ഥത്തിൽ SITക്ക് ഉത്തരവിട്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാരാണോ? SIT റിപ്പോർട്ട് ചെയ്യുന്നത് സംസ്ഥാന സർക്കാരിനോടാണോ? SIT ആഭ്യന്തര വകുപ്പിന് കീഴിൽ പൂർണ്ണമായിട്ടും പ്രവർത്തിക്കുന്ന ഏജൻസിയാണോ? മേൽനോട്ടം വഹിക്കുന്നത് ഹൈക്കോടതിയല്ലേ? റിപ്പോർട്ട് കൊടുക്കുന്നത് അവിടെയല്ലേ? ആ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലല്ലേ? അപ്പോൾ നിങ്ങൾ സമരം ചെയ്യുന്നത് ഹൈക്കോടതിയോടാണോ എന്നുള്ളതല്ലേ ചോദ്യം? ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി സഭയ്ക്കുള്ളിലേക്ക് വന്നാൽ, സഭയ്ക്കുള്ളിൽ നിന്ന് ഇന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഇന്നത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ കള്ളം വളരെ പെട്ടെന്ന് പൊളിഞ്ഞുപോയി കേട്ടോ. പ്രതിപക്ഷ നേതാവിന് എന്തോ അക്കാര്യത്തിലൊരു സെലക്റ്റീവ് അമ്നീഷ്യ ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വാചകം ഇതാണ്, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ ശിവൻകുട്ടിയെക്കുറിച്ച്. ഇവനെ പോലത്തെ ആളുകൾക്ക് മന്ത്രിമാരായിരിക്കാൻ യോഗ്യതയുണ്ടോ? ഇവനൊക്കെ വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കേണ്ട ഗതികേട് നമ്മുടെ കുട്ടികൾക്കുണ്ടായല്ലോ എന്നാണ്. 2 തവണയാണ് ഇവനെപ്പോലെ, ഇവനൊക്കെ എന്ന പദപ്രയോഗം നടത്തിയത്. എന്നിട്ട് ഇതേ പ്രതിപക്ഷ നേതാവ് സഭയ്ക്കുള്ളിൽ അവകാശ ലംഘനത്തിന് വേണ്ടിയിട്ട് നോട്ടീസ് കൊടുക്കുമ്പോൾ അന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്ന മറുപടി ഇതാണ്, അവനെന്നോ ഇവനെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഇരുന്ന് ആ പ്രസംഗം കേൾക്കൂ. ഞാൻ നടത്തിയ പ്രസംഗം ഞാൻ ഓൺ ചെയ്യുന്നു. അവനെന്നോ ഇവനെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. ഇതേ പ്രതിപക്ഷ നേതാവ് ഇന്നലെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പറഞ്ഞത്, ഇവനെ പോലത്തെ ആളുകൾക്ക് മന്ത്രിമാരായിരിക്കാൻ യോഗ്യതയുണ്ടോ? ഇവനൊക്കെ വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കേണ്ട ഗതികേട് നമ്മുടെ കുട്ടികൾക്കുണ്ടായല്ലോ. എന്താണ് പ്രതിപക്ഷ നേതാവ് എന്ന് ചോദിക്കാനുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ സത്യം പോലെ പ്രചരിപ്പിക്കുന്നതിനുള്ള അസാമാന്യം എടുത്തു കാണിക്കുകയും ഒടുവിൽ ആ വാസ്തവം തിരിച്ചറിയുന്ന സമയത്ത് തങ്ങൾ പ്രചരിപ്പിച്ചത് അസത്യമാണെന്ന് തിരിച്ചറിയുമ്പോൾ ഒരു ലെവലേശം പോലും ഉളുപ്പുമില്ലാതെ വീണ്ടും അതേ മാധ്യമങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് അതേ കള്ളത്തരം ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ സ്പ്രിംഗ്ലറിൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടു. SITയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ കണ്ടു സഭയിൽ നടക്കുന്ന പ്രഹസനം. മൂന്നാമത്തത്, മന്ത്രി ശിവൻകുട്ടിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ പ്രതിപക്ഷ നേതാവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഇന്നലെ സെക്രട്ടേറിയറ്റ് മുന്നിലേത് കണ്ടു, ഇന്ന് നിയമസഭയ്ക്കുള്ളിലേത് നമ്മൾ കണ്ടു. എന്തുകൊണ്ടാണ്
ഇങ്ങനെ കള്ളം പറയുന്നതാണ് ചോദ്യം. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. ഇന്ന് നിയമസഭയിൽ നിന്ന് പുറത്തിറങ്ങിയ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. 4 MLA മാർ, ഒരു ചോദ്യം, നേരത്തെ അത് ജിമ്മി സൂചിപ്പിച്ചു, 4 MLA മാർ നക്ഷത്രചിഹ്നം ഇല്ലാത്ത ചോദ്യം ചോദിച്ചു. എന്താണ് ആ ചോദ്യം എന്നറിയാമോ? ആ ചോദ്യം കേൾക്കണം പ്രിയപ്പെട്ട പ്രേക്ഷകർ. 2021 മുതൽ നാളിതുവരെ ദേവസ്വം വകുപ്പ് മന്ത്രി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ എത്ര മീറ്റിങ്ങുകളിൽ പങ്കെടുത്തുവെന്നും സ്ഥലം, തീയതി, സമയം അടക്കമുള്ള വിവരങ്ങളും നൽകാമോ എന്നുള്ളതായിരുന്നു ചോദ്യം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ദേവസ്വം ബോർഡിനെ കുറിച്ച് പ്രാഥമികമായി ജ്ഞാനമുള്ള ഏതെങ്കിലും ഒരു MLA ചോദിക്കുന്ന ചോദ്യമാണോ ഇത്? ദേവസ്വം വകുപ്പ് മന്ത്രി ദേവസ്വം ബോർഡിൻ്റെ എത്ര യോഗങ്ങളിൽ പങ്കെടുത്തു എന്നാണ് ചോദ്യം. VN വാസവനെ ലക്ഷ്യമിട്ട ഈ ചോദ്യം എഴുതി കൊടുക്കുമ്പോൾ എന്തായിരുന്നു അവരുടെ മനസ്സിൽ? ഏതെങ്കിലും ഒരു ദേവസ്വം ബോർഡ് മീറ്റിംഗ് അന്ന് 2016-ലും, പക്ഷേ ഇവിടെ ചോദിച്ചിരിക്കുന്നത് 2021. അല്ല, 4 പേര് 2016-21 ഏതൊക്കെ MLA-മാരാണെന്നറിയാമോ? ഒന്ന് റോജി M. ജോൺ, അടുത്തത് എൽദോസ് കുന്നപ്പള്ളി, മൂന്നാമത് K. ബാബു, അതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. മറ്റൊന്ന് പാവം CR മഹേഷ്. ഈ 4 MLA-മാരുടെ ചോദ്യമാണ്. ദേവസ്വം ബോർഡ് മീറ്റിംഗിൽ ദേവസ്വം മന്ത്രി പങ്കെടുത്തിട്ടുണ്ട്. ഇവരുടെയൊക്കെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയോ? ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ ദേവസ്വം മന്ത്രിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ്. അങ്ങനെയല്ല. അതിന് രാജാവിനെ പോലെ പ്രവർത്തിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത് ട്രാവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് ആണ്. വളരെ കൃത്യമായി എത്രയോ തവണ പറഞ്ഞിരുന്നു. ഒടുവിൽ ഇന്നിപ്പോൾ VN വാസവൻ മിനിസ്റ്റർ അതിന് മറുപടിയും കൂടി വളരെ കൃത്യമായി കൊടുത്തു. എന്താ മറുപടി? 2021 മുതൽ നാളിത് വരെയുള്ള കാലയളവിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മീറ്റിങ്ങുകളിൽ ഒന്നിലും ദേവസ്വം വകുപ്പ് മന്ത്രി പങ്കെടുത്തിട്ടില്ല. ദേവസ്വം വകുപ്പ് മന്ത്രി ദേവസ്വം ബോർഡ് മെമ്പർ അല്ല. പ്രാഥമികമായ കാര്യമല്ലേ? ഇതിപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ തറ പറ എന്ന് എഴുതി പഠിപ്പിക്കുന്നത് പോലെയാണ് ഇത്തരം നിയമങ്ങളെക്കുറിച്ചുള്ള വ്യാഖ്യാനം MLA-മാർക്ക് മന്ത്രി പറഞ്ഞു കൊടുക്കേണ്ടത്. ദേവസ്വം വകുപ്പ് മന്ത്രി ദേവസ്വം ബോർഡ് അംഗമല്ല. 1980-ലെ ട്രാവൻകൂർ കൊച്ചി ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിലെ വ്യവസ്ഥകൾ പ്രകാരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക് മാത്രമേ ബോർഡ് മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുവാൻ കഴിയുകയുള്ളൂ. ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് ബോർഡ് മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാൻ നിയമം അനുശാസിക്കുന്നില്ല. ഇതാണ് ഉത്തരം. ഈ ചോദ്യം ചോദിക്കാൻ എങ്ങനെയാണ് ഈ MLA-മാർക്ക് കഴിഞ്ഞത് എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. അപ്പോൾ എന്താ പെട്ടെന്ന് ഏതെങ്കിലും ഒരു ബോർഡ് മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ SIT എന്തുകൊണ്ട് ഇവരെ ചോദ്യം ചെയ്തില്ല എന്ന് പറയാൻ വേണ്ടിയാണ്. ഇനിയെങ്കിലും പുറത്ത് ആ സത്യാഗ്രഹം അനുഷ്ഠിക്കുന്ന പ്രിയപ്പെട്ട CR മഹേഷ്, പ്രിയപ്പെട്ട നജീബ് കാന്തപുരം, നിങ്ങൾ എഴുന്നേറ്റ് പോകുന്നതല്ലേ നല്ലത്? ഇന്നും വ്യക്തമായ ഉത്തരം രേഖാമൂലം തന്നെ കിട്ടിയില്ലേ? ദേവസ്വം ബോർഡ് മീറ്റിങ്ങുകളിൽ ദേവസ്വം മന്ത്രി പങ്കെടുക്കാറില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിവരം. അവിടെയും നുണപ്രചരണമല്ലേ നടത്തിയത്? ദേവസ്വം ബോർഡ് മന്ത്രി ഇതിൽ ഉത്തരവാദിയാണ്. 2019 നടന്ന കൊള്ളയ്ക്ക് 2021 ശേഷം വന്ന മന്ത്രിസഭയിലെ മന്ത്രി ഉത്തരവാദിയാണ് എന്നുള്ള തരത്തിലുള്ള സത്യപ്രചരണമല്ലേ നടന്നത്? ഇനി ഇന്നത്തെ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അടിയന്തര പ്രമേയത്തിന്റെ വിഷയത്തിലേക്ക് വരാം. ഇന്ന് പൊളിഞ്ഞു വീണ 4ാമത്തെ കള്ളമാണ് കേട്ടോ. അതാണ് വിളപ്പിൽ ശാലയിലെ ചിത്രം തന്നെ വെച്ചുകൊണ്ട് നമ്മൾ ഇന്ന് തുടങ്ങിയത്. വിളപ്പിൽ ശാലയിൽ യഥാർത്ഥത്തിൽ ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടുണ്ടോ? ബിസ്മീറിൻ്റെ നിര്യാണത്തിൽ അങ്ങേയറ്റം ദുഃഖം എനിക്കുമുണ്ട്. കാരണം ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ കൺമുന്നിൽ, ഒരു ക്യാമറയ്ക്ക് മുന്നിലൊക്കെ ഇതേപോലെ വളരെ മരണവെപ്രാളത്തോടുകൂടി മരണത്തിന് തൊട്ടു മുമ്പ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കാണുകയും അത് സംപ്രേഷണം ചെയ്യുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട് നമുക്ക്. അദ്ദേഹത്തിന് ചികിത്സ കൃത്യസമയത്ത് ലഭിച്ചില്ല എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ അതിനൊരു ചരിത്രമുണ്ട്. ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ പ്രതിപക്ഷം മനസ്സിലാക്കിയിട്ടും പുറത്തറിയിക്കാതെ പോയൊരു കാര്യമുണ്ട്. 19-ാം തീയതി രാവിലെ 1 മണിക്കാണ് ബിസ്മീറും ഭാര്യയും രാവിലെ 1:28 ആകുമ്പോഴാണ് ഈ വിളപ്പിൽശാല ആശുപത്രിയിലേക്ക് വരുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അതിന് 2 ദിവസം മുമ്പ് 17-ാം തീയതി ഇതേപോലെ പുലർച്ചെ 2 മണിക്ക് ഇതേപോലെ ബിസ്മീറും ഭാര്യയും ഇതേ വിളപ്പിൽശാല കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിലേക്ക് പോയിട്ടുണ്ട്. 2 ദിവസം മുൻപ് ഇതേ ആരോഗ്യ ലക്ഷണങ്ങളോടുകൂടി പോയിട്ടുണ്ട്. അവിടേക്ക് ചെല്ലുന്ന സമയത്ത് അന്ന് വളരെ കൃത്യമായി തന്നെ അന്ന് ഡ്യൂട്ടി ഡോക്ടറായിരുന്ന ശരണ്യയും അന്നത്തെ നഴ്സും പരിചരിച്ചിട്ടുണ്ട്. വേണ്ടത്ര മരുന്ന് അന്ന് 17-ാം തീയതി വെളുപ്പിന് 2:45 ബിസ്മീറിന് കൊടുത്തിട്ടുണ്ട്. 17-ാം തീയതി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അന്ന് ഡോക്ടർ ശരണ്യ പരിശോധിക്കുകയും ശ്വാസം മുട്ടലിനുള്ള ഇഞ്ചക്ഷൻ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ഫിസിഷ്യനെ കാണണമെന്ന നിർദ്ദേശത്തോടു കൂടിയാണ് തിരിച്ചയക്കുന്നത്. കാരണം പോയിരിക്കുന്ന ഒരു താലൂക്ക് ആശുപത്രിയിലല്ല, ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രിയിലല്ല, കാത്ത് ലാബ് സംവിധാനങ്ങളുടെ ആശുപത്രിയിലല്ല, ഒരു സാധാരണ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലാണ്. അവിടെ ഇതിനുമപ്പുറം ഒരു ചികിത്സാ സംവിധാനമില്ല. അതൊരു പ്രാഥമികാരോഗ്യ കേന്ദ്രം മാത്രമാണ് സാർ. അവിടെ ഒരു ഡോക്ടറും നഴ്സും ഉള്ളതേ കാര്യം. അവിടേക്ക് എത്തുന്ന സമയത്ത് നല്ലൊരു ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞയക്കുന്നു 17-ാം തീയതി. പക്ഷേ നിർഭാഗ്യവശാൽ ചികിത്സ തേടുന്നില്ല. വീണ്ടും 19-ാം തീയതി സമാനമായ സാഹചര്യത്തിൽ എത്തുന്നു. രാത്രി 1:29 എത്തുന്നു, 1:28 എത്തുന്നു, പുലർച്ചെ 1:28 എത്തുന്നു. 1 മിനിറ്റ് കഴിയുമ്പോഴേക്കും സെക്യൂരിറ്റി ജീവനക്കാരൻ വരുന്നു. 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും വാതിലുകൾ തുറക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ അതിനുശേഷം ഹോസ്പിറ്റലിനുള്ളിൽ വെച്ച് ഇതേ ശരണ്യ ഡോക്ടറും, അതായത് 2 ദിവസം മുമ്പ് ഈ ബിസ്മീറിനെ പരിചരിച്ച അതേ ശരണ്യ ഡോക്ടറും അതേ നഴ്സും
പരിശോധനയ്ക്ക് ശേഷം ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നുണ്ട്. ശ്വാസം മുട്ടലിന് അദ്ദേഹത്തിന് മറ്റൊരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നെബുലൈസ് ചെയ്യുന്നുണ്ട്. നെബുലൈസ് ചെയ്തതിനു ശേഷം ഓക്സിജൻ സപ്പോർട്ടുള്ള ആംബുലൻസിലേക്ക് ഈ രോഗിയെ കയറ്റി വിടുകയും ചെയ്യുന്നുണ്ട്. ഇത്രയും സംഭവിച്ചു. അതൊരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണ് സാർ. അതൊരു നിർഭാഗ്യവശാൽ അതൊരു താലൂക്ക് ആശുപത്രിയല്ല. അവിടെ കിട്ടാവുന്നൊരു ചികിത്സ ഇതിനകം തന്നെ ഡോക്ടറും നഴ്സും കൊടുത്തു. ഇനി എന്തിനാണ് ആ ഡോക്ടറിനെയും നഴ്സിനെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്? എൻ്റെ ചോദ്യം ഇതാ. ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ അത്രയല്ലേ ചെയ്യാൻ സാധിക്കൂ? പക്ഷേ അതിനകത്ത് ഗുരുതരമായ ഒരു വീഴ്ചയുണ്ട്. അത് ഞാൻ പറയാം. അതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഗേറ്റ് പൂട്ടിയിട്ടിരുന്നു എന്നുള്ളതാണ്. സാങ്കല്പികമായിട്ടാണെങ്കിൽ പോലും അല്ലെങ്കിൽ കേവലാർത്ഥത്തിലാണെങ്കിൽ പോലും അങ്ങനെ പൂട്ടിയിടാൻ പാടില്ല. പക്ഷെ അതിന് പറഞ്ഞിരിക്കുന്ന കാരണം ഞെട്ടിക്കുന്നതാണ്. സാമൂഹ്യ വിരുദ്ധരുടെയും പട്ടിയുടെയും ശല്യമുണ്ട്. ഇപ്പോഴും സാമൂഹ്യ വിരുദ്ധരെയും പട്ടിയും പേടിച്ച് നമ്മുടെ നാട്ടിൽ ഡോക്ടർമാരും നഴ്സുമാരും വാതിൽ അഥവാ ഗേറ്റ് അടച്ചിട്ട് കിടക്കണം എന്ന് പറയുന്നത് ഒരു പ്രശ്നമുള്ള കാര്യമാണ്. അത് പരിചരിക്കേണ്ട കാര്യമാണ്. രണ്ട്, ഇതേപോലെയുള്ള ആശുപത്രി സംവിധാനങ്ങളിൽ വരുന്ന കാലങ്ങളിൽ ആശുപത്രിയിൽ ഒരു നഴ്സിംഗ് അസിസ്റ്റന്റിനെ കൂടി ഈ ആംബുലൻസിൽ കയറ്റി വിടാനുള്ള സംവിധാനം ഒരുക്കണം എന്നുള്ളത് നമുക്ക് ആഗ്രഹിക്കാം. ഇത് രണ്ടുമല്ലേ നമുക്ക് ചെയ്യാൻ കഴിയൂ. ഇതിനും അപ്പുറം എന്താണ് ചെയ്യാൻ കഴിയുക? വസ്തുത ഇതായിരിക്കെ നടത്തിയ നുണപ്രചരണങ്ങൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്ന കാഴ്ചയല്ലേ കണ്ടത്? ഇന്ന് പ്രതിപക്ഷം ഉയർത്തിയ ആരോപണങ്ങൾക്ക് ഇന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി മറുപടി പറഞ്ഞത് ഒരു കണക്ക് ഉദ്ധരിച്ചുകൊണ്ടാണ്. ഞാൻ ആ കണക്ക് കൂടി പ്രേക്ഷകരോട് പറയാം. ചികിത്സാ പിഴവ് മൂലം 2011-16 അതിനുശേഷവും സംഭവിച്ച കണക്കുകൾ ഇന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി പറയുന്നുണ്ട്. ആ കണക്കുകൾ ഒന്നുകൂടി പ്രേക്ഷകർ കേൾക്കണം. 2016 2-ാം മാസം ഫെബ്രുവരി മാസം ചോദിച്ച ചോദ്യമാണ്. എസ് കെ സലീൽ ചോദിച്ച ചോദ്യത്തിന് അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി VS ശിവകുമാർ നൽകുന്ന മറുപടി ചോദ്യം ഇതായിരുന്നു. ഈ സർക്കാർ അധികാരമേറ്റതിനു ശേഷം, അതായത് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരമേറ്റതിനു ശേഷം നാളിതുവരെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ യഥാസമയം ലഭ്യമല്ലാത്തത് മൂലവും സർക്കാർ ആശുപത്രികളിലെ ചികിത്സാ പിഴവുകൾ മൂലവും മരണപ്പെട്ടതും അംഗവൈകല്യം സംഭവിച്ചതുമായത് എത്ര പേർക്കാണ് എന്നുള്ളതാണ് ചോദ്യം. പ്രേക്ഷകർക്കറിയാമോ? 5 വർഷം കൊണ്ട് സർക്കാർ ആശുപത്രിയിലെ ചികിത്സാ സംവിധാനം മോശമായത് കാരണം അതുകൊണ്ട് മരണപ്പെട്ടവരുടെ എണ്ണം 16, മരണപ്പെട്ടവർ 9, അംഗവൈകല്യം സംഭവിച്ചവർ 7 എന്നുള്ളതാണ് ഉത്തരം. ഇനി ഈ കാലയളവിനുള്ളിൽ വിവിധ സർക്കാർ ആശുപത്രികളിൽ പ്രസവത്തിനിടയിലും പൂർണ്ണ ഗർഭിണിയായിരിക്കുകയും സർക്കാർ ആശുപത്രി സംവിധാനങ്ങളിൽ എത്ര പേർ മരണപ്പെട്ടു? ഉത്തരം 950. ഇത് കണക്കാണ് 2011-16. എന്നാൽ ഈ സർക്കാരിൻ്റെ കാലത്തേക്ക് വരുമ്പോൾ അതാണോ നമ്മുടെ മുന്നിലെ കണക്ക്? ഒരൊറ്റ താരതമ്യം കൂടി പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കാം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് VS ശിവകുമാർ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ നമുക്ക് എത്ര കാത്ത് ലാബുകൾ ഉണ്ടായിരുന്നു? 0. ഇപ്പോൾ എത്ര കാത്ത് ലാബുകൾ? ഹൃദയ സംബന്ധമായിട്ടുള്ള ഏതു പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയുന്ന 12 കാത്ത് ലാബുകൾ പൂർണ്ണ സജ്ജം ഈ LDF സർക്കാരിൻ്റെ കാലത്ത്. ഡയാലിസിസ് കേന്ദ്രങ്ങൾ UDF-ന്റെ കാലത്ത് 8, LDF-ന്റെ കാലത്ത് 107. സൗജന്യ ചികിത്സ ആവറേജ് എക്സ്പെൻഡിച്ചർ 180 കോടിയായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെങ്കിൽ ഇപ്പോൾ അത് 1500 കോടി രൂപ. സൗജന്യ ചികിത്സ തേടിയെത്തുന്നവരുടെ എണ്ണം 28 ലക്ഷം രൂപയായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ. 28 ലക്ഷം മനുഷ്യരായിരുന്നുവെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെങ്കിൽ ഇപ്പോൾ അത് 42.5 ലക്ഷം. നവജാത ശിശു മരണ നിരക്ക് 6 ആയിരുന്നു എന്നുള്ളത് ഇപ്പോൾ 4 ആയിട്ട് കുറഞ്ഞു. ശിശുമരണ നിരക്ക് 12 ആയിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത്. VS ശിവകുമാറിൻ്റെ കാലത്തെങ്കിൽ അതിപ്പോൾ 5 ആയിട്ട് കുറഞ്ഞു. നോക്കൂ, മാതൃമരണ നിരക്ക് 43 ആയിരുന്നത് 19 ആയിട്ട് കുറഞ്ഞു. ഗ്രാമങ്ങളിലെ ആരോഗ്യ ചെലവ് റൂറൽ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ 17,054 രൂപയായിരുന്നത് 10,929 രൂപയായി കുറഞ്ഞു. നഗരങ്ങളിലെ ചികിത്സാ ചെലവ് 23,123 രൂപയായിരുന്നത് 13,140 രൂപയായി കുറഞ്ഞു. ഇനി പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത് ഇവിടെ എവിടെയാണ് വീഴ്ച സംഭവിച്ചത് UDF സർക്കാരിൻ്റെ കാലത്തെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇനിയും ഒരുപാട് കാലം നമുക്ക് മുന്നോട്ട് പോകാനുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ഒരു ബിസ്മിറിനെ പോലെ, ഒരു വേണുവിനെ പോലെ മരണം സംഭവിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. പക്ഷേ അതിന് ആരോഗ്യരംഗം മെച്ചപ്പെടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടേണ്ട കേന്ദ്ര സഹായം അടക്കം കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിലുള്ള സംവിധാനം പ്രവർത്തിക്കണം. പക്ഷേ അതുകൊണ്ടെല്ലാം തകർന്നുപോയി എന്ന് വരുത്തരുത് എന്ന് മാത്രമാണ് എനിക്ക് കാര്യത്തിൽ പറയാനുള്ളത്. അങ്ങനെ സഭാതലം തിളച്ചു, പക്ഷേ തിളപ്പിൽ പലതും അസത്യങ്ങളായിരുന്നു. ആ അസത്യത്തിൻ്റെ മുഖം മൂടി കൂടി ഇന്ന് വീഴുന്നതും നമ്മൾ കണ്ടു എന്നതാണ് ഈ വിഷയത്തിൽ എൻ്റെ ടേക്ക്. Meet the editors.